നമസ്കാരം. ഇറാനിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ ലോകമെമ്പാടും വരുന്ന ഒരു സംശയമാണ് ഇസ്രായേൽ എവിടെ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് ഈ ഇറാനിലെ റയറ്റുകളെ കുറിച്ച് പ്രതികരണങ്ങൾ പറയുന്നത്. താൻ ഇടപെടുമെന്നും ഇടപെടുകയില്ലെന്നും അല്ലെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും ഒക്കെ ഇങ്ങനെ മാറി മാറി ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും കാണുന്നില്ല. അപ്പം അതിൻ്റെ ഇടയിലാണ് വ്യാഴാഴ്ച കൃത്യം 9 മണിക്ക് നെഗവ് മരുഭൂമിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഭൂമികുലുക്കത്തിൻ്റെ ലക്ഷണങ്ങൾ, ഒരു റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തിയ ഒരു ഭൂമികുലുക്കം ഉണ്ടാവുന്നു. അത് വളരെ വളരെ ഷോർട്ട് സ്പാനിലേക്കാണ്. ഒരൊറ്റ കുലുക്കം, ഒരു ട്രമർ മാത്രം. സാധാരണ ഭൂമികുലുക്കത്തിനൊരു രീതിയുണ്ട്, അത് കണ്ടിന്യൂസ് ട്രമേഴ്സ് വരും. ഇത് ഒരു ട്രമർ മാത്രമുള്ള ഒരു ഷാലോ ആയിട്ടുള്ള ഒരു ഭൂമികുലുക്കമാണ്. അത് 3.9 to 4.1 ആണ് റിക്ടർ സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ ആണവ പരീക്ഷണങ്ങളുടെ ഭാഗമായി ഉണ്ടാവുന്ന ട്രമറുകളുടെ റേഞ്ചിലുള്ള ഒരു ട്രമറാണ്. അതോടെ ലോകത്തെമ്പാടും ഊഹാപോഹങ്ങൾ പരക്കുന്നു. ഇസ്രായേൽ ഒരു ആണവ പരീക്ഷണം പുതുതായി നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരു ആണവ വൈദ്യുതി നിലയം പോലുമില്ല. സാധാരണ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ പ്രാഥമികമായ നടപടി ആണവ വൈദ്യുതി നിലയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആണവ വൈദ്യുത നിലയങ്ങളിൽ ഉണ്ടാക്കുന്ന അവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവലിൽ നിന്ന് കൂടുതൽ എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം നിർമ്മിക്കാൻ പറ്റും. അതാണ് യുറേനിയത്തിൻ്റെ രീതി. യുറേനിയം ഉപയോഗിക്കുമ്പോൾ ആ യുറേനിയം സൈക്കിളിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം അതിനകത്ത് ലഭിക്കും, കൂടുതൽ മെച്ചപ്പെട്ട ന്യൂക്ലിയർ ഫ്യൂവൽ. യുറേനിയം 298 അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് യുറേനിയം 235 കോൺസെൻട്രേഷൻ കൂടി വരുന്ന ആ ഫ്യൂവൽ എൻറിച്ച്മെന്റ് സാധാരണ ഒരു ന്യൂക്ലിയർ പ്ലാന്റിനോട്, ഒരു ന്യൂക്ലിയർ ഇലക്ട്രിക് പ്ലാന്റിനോടനുബന്ധിച്ചാണ് സാധാരണഗതിയിൽ അത് ചെയ്യാം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ന്യൂക്ലിയർ പ്ലാന്റ്, ഒരു ന്യൂക്ലിയർ ഇലക്ട്രിക് പ്ലാന്റ് പോലും ഇല്ലാത്തൊരു നിഷ്കളങ്ക രാജ്യമെന്നാണ് അവർ ലോകത്തിന്റെ മുൻപിൽ അഭിനയിക്കുന്നത്. അവർക്ക് ഒരു ഷമോൺ പെരേസ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് നെഗവ് മരുഭൂമിയിലുണ്ട്. നെഗവ് എന്ന് പറയുന്നത് മരുപ്രദേശമാണ്. അത് ഡെഡ് സീയുടെ, നമ്മൾ ചാവുകടൽ എന്ന് വിളിക്കുന്ന ഡെഡ് സീയുടെ ഭാഗത്താണ്. അത് ഇസ്രായേലിന്റെ ഈസ്റ്റേൺ സൈഡിലേക്കാണ്, അതായത് സൗത്ത് ഈസ്റ്റേൺ സൈഡിലേക്കാണ് വരിക. അപ്പോൾ അവിടെയാണ് ഇവരുടെ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉള്ളത്. ആ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിനെ സംബന്ധിച്ച് ഊഹാപോഹങ്ങളാണ്. അത് കൃത്യമായിട്ട് ആർക്കും അറിയത്തില്ല അതെങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ പുറത്തേക്ക് കാണാനൊന്നുമില്ല. പക്ഷെ ഭൂമിക്കടിയിൽ വലിയ സംവിധാനങ്ങൾ ഈ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ ഉണ്ടെന്നും 80 മുതൽ 400 വരെ ന്യൂക്ലിയർ വെപ്പൺസ് ഇസ്രായേലിൻ്റെ കയ്യിൽ ഉണ്ടെന്നുമാണ് പൊതുവെ ഊഹിക്കപ്പെടുന്നത്. ഇസ്രായേൽ അത് ഉണ്ടെന്നോ ഇല്ലെന്നോ ആരോടും പറഞ്ഞിട്ടില്ല. അവരോട് നിങ്ങളുടെ 400 വെപ്പൺസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഉണ്ടെന്നും പറയല, ഇല്ലെന്നും പറയല. പക്ഷേ അവർക്ക് കാണാൻ വേണ്ടി ഒരു ന്യൂക്ലിയർ പവർ സെന്റർ പോലും ഇല്ല. അവിടെ ആകെ ഒരു ന്യൂക്ലിയർ റിസർച്ച്, അത് സയന്റിഫിക് ആവശ്യത്തിന് വേണ്ടിയുള്ള ന്യൂക്ലിയർ ഗവേഷണങ്ങൾ ഞങ്ങൾ നടത്തുന്നു, ആറ്റോമിക് റിസർച്ച് നടത്തുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒരു പരിപാടിയും ഇല്ല എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും ഒന്നും പറയല. അപ്പം ഈ ഒരു ഭൂമികുലുക്കം, ഒരു ട്രമർ, അത് ഒരു ന്യൂക്ലിയർ റിസർച്ചിന്റെ ഭാഗമായിട്ട്, ഒരു ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷന്റെ ഭാഗമായിട്ട് നടന്നതാണ് എന്ന ശക്തമായൊരു ഊഹം ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആണവശക്തി എന്ന നിലയിൽ ഇസ്രായേലിനെ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന സംഗതിയാണ്. അപ്പോൾ ഇറാനിൽ നടക്കുന്ന ഈ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ ഏത് തരത്തിലുള്ള ഒരു സംഗതിയാണ് പ്ലാൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ലോകത്തിൽ ആർക്കും ഒരു ധാരണയുമില്ല. കാരണം ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാന്ന് അർത്ഥം. നമുക്കറിയാവുന്നതുപോലെ ഇറാനിലെ ജനം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ശത്രുവല്ല, ഇറാനിലെ ഭരണകൂടം മാത്രമാണ്. ഇപ്പൊ ഭരണകൂടത്തെ തകർക്കാൻ വേണ്ടി ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ വേറെയാണ്. അപ്പൊ ഈ നെഗവ് മരുഭൂമി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തൂടെ ഒരു വിമാനവും ആ പ്രദേശത്തോട് പറക്കാൻ അവർ സമ്മതിക്കില്ല. 1958 ഈ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ സ്ഥാപിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു റീജിയൻ, ഒരു മാർക്കഡ് റീജിയൻ ഉണ്ട്. ആ മാർക്കഡ് റീജിയനിൽ ഒരു എയർക്രാഫ്റ്റും അതിനെ ക്രോസ് ചെയ്യാൻ, അവരുടെ നാഷണൽ എയർക്രാഫ്റ്റ് പോലും അതിനെ ക്രോസ് ചെയ്യാൻ സമ്മതിക്കില്ല. 2007 ഇസ്രായേലിന് തന്നെ ഒരു ഡിഫൻസ് വിമാനം ആ പ്രദേശത്തേക്ക് കടന്നു ചെന്നതിന്റെ പേരിൽ വെടിവെച്ചായിട്ടുണ്ട്. അത് തെറ്റി ആ പ്രദേശത്തേക്ക് പോയതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ശരി, ഇസ്രായേൽ വ്യോമസേനയുടെ ഒരു വിമാനം അവിടേക്ക്, അതിന്റെ ഒരു പരിധിക്കുള്ളിലേക്ക്, ഈ നെഗവ് റിസർച്ച് സെന്ററിന്റെ പരിധിക്കുള്ളിലേക്ക് കടന്നതിന്റെ പേരിൽ ഇസ്രായേൽ തന്നെ ഷൂട്ട് ചെയ്ത് താഴെയിടുന്നുണ്ട്. അപ്പൊ അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ നെഗവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ എന്ന് പറയുന്നത്. ഷമോൺ പെരേസ് നെഗവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഡെഡ് സീയുടെ ഭാഗത്താണ് ഈ ഭൂമികുലുക്കത്തിന്റെ സെന്ററായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
അപ്പോൾ അതൊരു ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷന്റെ പരീക്ഷണമാവാൻ, അണ്ടർഗ്രൗണ്ട് പരീക്ഷണമാവാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. മൊസാദിന്റെ ചീഫ് ഡേവിഡ് ബാർണിയ ഇന്ന് US എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രയുടെ ഉദ്ദേശം സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് ഇറാൻ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്ന് പറയുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന ഒരു റയറ്റാണ്. അപ്പോൾ ആ റയറ്റിൽ നേരിട്ട് മറ്റു രാജ്യങ്ങളൊന്നും ഇടപെടുന്നില്ല എന്നുള്ളത് നേരാണ്. ഈ റയറ്റിന്റെ ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറയുന്നതിന് ലീഡർ ഇല്ല എന്നുള്ളതാണ്. അതിന് ലീഡർ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എത്രയോ വേഗം അത് സക്സസ്ഫുൾ ആവേണ്ടതായിരുന്നു. അത് ഇറാനിലെ ഭരണകൂടം അടിച്ചമർത്തലുകൾ വഴി ഇത്തരം ഒരു റയറ്റിനുള്ള ലീഡർഷിപ്പ് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ലീഡർഷിപ്പിലേക്ക് വന്ന് അപ്പം തന്നെ അവനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് ഇറാൻ ഭരണകൂടത്തിന്റെ രീതി. ഇപ്പോഴവർ റയറ്റിനെ നേരിടുന്നത് പ്രധാനമായിട്ട് റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് കണ്ണിൽ വെടിവെച്ചുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ കണ്ണിന് പരിക്ക് പറ്റിയ 10,000-കണക്കിന് ആളുകൾ, കണ്ണ് പരിക്ക് പറ്റിയല്ല കണ്ണ് പൊട്ടിപ്പോയ 10,000-കണക്കിന് ആളുകൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് റൈറ്റിനെ അവർ ചോരയിൽ മുക്കിക്കൊല്ലാൻ അവരെ കഴിയുന്ന മുഴുവൻ ശ്രമവും അവർ നടത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ അവർക്ക് അതിനുള്ള ശേഷിയുണ്ട്. കാരണം ആ ഒരു ഫോഴ്സിനെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് പിന്നെ ഇസ്രായേൽ അതിനകത്ത് ഏത് തരത്തിലാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മൊസാദിന്റെ സാന്നിധ്യം ഇറാനിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം മൊസാദിന്റെ ചീഫ് അമേരിക്കയിൽ ഇന്ന് സ്റ്റീവ് വിറ്റ്കോഫാണ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ എക്സ്പെർട്ടായിട്ട് പരിഗണിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്ന ട്രംപ് പറയുന്ന കാര്യങ്ങൾ, ട്രംപ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. അപ്പൊ നെതന്യാഹു അദ്ദേഹത്തോട് ഈ ഇറാനിൽ ഇടപെടാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആളുകളെ കൊല്ലുന്നത് നിർത്തി, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇടപെടുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. നമുക്കറിയുന്ന ട്രംപ് ടീം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അദ്ദേഹത്തിന്റെ ഫോറിൻ സെക്രട്ടറി മാർക്കോ റൂബിയോ, അദ്ദേഹത്തിന്റെ ഡിഫൻസ് സെക്രട്ടറി പേറ്റ് ഹെക്സേത്ത്, പിന്നെ അദ്ദേഹത്തിന്റെ സണ്ണിൻലോ ആയിട്ടുള്ള ജാറേദ് കുഷ്ണർ ആൻഡ് സ്റ്റീവ് വിറ്റ്കോഫ്. ഈ ഒരു ഗ്രൂപ്പ് ഇത് അതിസമർത്ഥന്മാരുടെ ഒരു ഗ്രൂപ്പാണ്. അവർക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന അത്രത്തോളം എഫിഷ്യൻസിയുള്ള ബുദ്ധിശക്തിയുള്ള ഒരു ടീമാണത്. അപ്പോൾ ആ ടീം ഇതെല്ലാം ചെറുപ്പക്കാരാണ് താനും. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഈ ടീമാണ് വാസ്തവത്തിൽ ഈ ട്രംപിന്റെ ഡിസിഷൻസിനെ നയിക്കുന്നത്. അപ്പൊ അവരെന്താണോ ഒരു ഡിസിഷനായിട്ട് പറയുന്നത് അതിനെ ട്രംപിന്റെ ഭാഷയിൽ പുറത്തേക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഈ ടീമുമായിട്ട് ഇറാനിലെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് മൊസാദ് ചീഫ് ഡേവിഡ് ബാർണിയ ഇന്ന് US എത്തിയിട്ടുള്ളത്. അപ്പൊ അവര് ആക്ച്വലി ഇറാനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് തീരുമാനം എടുക്കപ്പെടുന്നത് US കാരണം US ഡിസൈഡ് ചെയ്യുന്നത് പോലെ ആണ് അവിടെ കാര്യങ്ങൾ നടക്കുക. ഒരു ആക്രമണത്തിനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ ഒബ്സർവ് ചെയ്യപ്പെടുന്നത്. അതുപോലെ അറബ് രാജ്യങ്ങളാണെങ്കിലും ഈജിപ്തും ഖത്തറും സൗദി അറേബ്യയും അടങ്ങുന്ന രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാര് അതിശക്തമായി ട്രംപിന്റെ മേലെ പ്രഷർ ചെലുത്തുന്നുണ്ട്. ഉടനെ ഇടപെടരുത്, കാരണം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ തകർന്നു നിൽക്കുന്ന എക്കോണമിയെ അത് വളരെ വളരെ ഗൗരവതരമായിട്ട് ബാധിക്കും. എല്ലാ അറബ് രാജ്യങ്ങളുടെയും എക്കോണമിയിൽ വലിയ തകർച്ച നേരിടേണ്ടി വരും. അതുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് കടക്കരുത് എന്നുള്ള ഒരു വാണിംഗ് ആണ്, ഒരു നിർദ്ദേശമാണ്, റിക്വസ്റ്റാണ് ട്രംപിന് മുമ്പിലെത്തി. 48 മണിക്കൂർ അവർ അതിനുവേണ്ടി മെനക്കെട്ടു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കാണുന്നത്. അതിനിടയിലൂടെ ഗാസയിലെ സെക്കൻഡ് സ്റ്റേജിൽ കിടക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ശവശരീരങ്ങളോ അല്ലെങ്കിൽ ബന്ദികളെ എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യമായിരുന്നു, അത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കണം. സെക്കൻഡ് സ്റ്റേജിൽ സംഭവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അവിടെ വന്ന് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കണം. പിന്നെ ഹമാസിന്റെ ഭീകരപ്രവർത്തകരെ ഡീമിലിറ്ററൈസ് ചെയ്യണം. മൂന്നാമത് ഇസ്രായേലിന്റെ ആർമി അവിടുന്ന് വിഡ്രോ ചെയ്യപ്പെടണം. 4 ഗാസയിലെ റീകൺസ്ട്രക്ഷൻ നടക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജിൽ സംഭവിക്കേണ്ടത്. അപ്പൊ അവിടെ ട്രംപ് അന്ന് പറഞ്ഞിരുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിൽ അവിടെ ഒരു ടെക്നോക്രാറ്റ്സിന്റെ ഒരു സമിതി ഗാസയുടെ ഭരണം ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അങ്ങനെ ടെക്നോക്രാറ്റ്സിന്റെ ഒരു സമിതി ഭരണം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സമിതി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമിതിയുടെ ലീഡറായിട്ട് അലി ഷാത്ത് എന്ന് പറയുന്ന മുൻ പാലസ്തീൻ അതോറിറ്റി ഒഫീഷ്യലിനെയാണ് നിയമിച്ചിട്ടുള്ളത്. പാലസ്തീൻ അതോറിറ്റിയുടെ ഒരു മുൻ ഒഫീഷ്യലായിട്ടുള്ള അലി ഷാത്ത് എന്ന് പറയുന്ന ഒരു വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഈ കമ്മിറ്റിയുടെ ലീഡറായിട്ട് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. അവർ ഈജിപ്തിലുണ്ട്. അവർ ആ കമ്മിറ്റിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള മെമ്പേഴ്സിനെയൊക്കെ രൂപീകരിച്ച് ട്രംപ് തന്നെയാണ് അതിന്റെ അധ്യക്ഷൻ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ടെക്നോക്രാറ്റ്സിന്റെ ഈ സമിതി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും അത് കൃത്യമായിട്ട് രൂപപ്പെട്ടിട്ടില്ല. ഈ പാകിസ്ഥാന്റെ സൈന്യാധിപനെ വിളിച്ച് സൗദി അറേബ്യയും ട്രംപും ഒക്കെ
ചോറ് കൊടുക്കുന്നത് പ്രധാനമായിട്ടും ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ പാകിസ്ഥാന്റെ പട്ടാളക്കാരെ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മൾ പലതവണ കേട്ടിരുന്നു, നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പം ഇത് ആത്മഹത്യാപരമായ ഒരു സംഗതിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരത്തില് പിന്നെ ഒരു ഫോഴ്സിനെ കിട്ടാൻ സാധ്യതയുള്ളത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ അവര് പാകിസ്ഥാനിൽ നിന്ന് 20,000 പട്ടാളക്കാരെ ലഭിക്കുമോ എന്ന് ശ്രമിച്ചു നോക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ശരി, ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതുവരെ കൃത്യമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായി വിവരമില്ല. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടത് ഡീമിലിറ്ററൈസേഷൻ ഓഫ് ഹമാസ് എന്നുള്ളതാണ്. അപ്പൊ അത് ഹമാസിന്റെ കയ്യിൽ നിന്നുള്ള മുഴുവൻ ആയുധങ്ങളും വാങ്ങിയെടുത്താൽ മാത്രമാണ് ഇസ്രായേൽ അവിടെ നിന്നുള്ള പിന്മാറ്റത്തെ കുറിച്ച് പിന്നീട് വരുന്നത്. ഈ ഹമാസിനെ ഡീമിലിറ്ററൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വന്നാലും ഹമാസുമായി ഒരു ഇക്വേഷനിൽ അങ്ങോട്ട് മുൻപോട്ട് പോകാന്നല്ലാണ്ട് അവരെ ഡീമിലിറ്ററൈസ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഇസ്രായേലിന്റെ പിന്മാറ്റം സംഭവിക്കാനും പോകുന്നില്ല. അപ്പൊ ഇപ്പൊ റെഡ് സോൺ എന്ന് പറയുന്ന ഒരു സോൺ അവർ വേർതിരിച്ചു വെച്ചിട്ടുള്ള 53% ഏരിയ, ഗാസയുടെ 53% ഏരിയ, ആ ഏരിയ മാത്രം ഇസ്രായേലിന്റെ പിടിയിൽ നിൽക്കും. മറ്റത് ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിൽക്കും. അവിടെ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഫോഴ്സിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ചു കാലം ഒരു ആംബിഗ്വിറ്റിയിൽ നിൽക്കും. കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് ആ കൺസ്ട്രക്ഷൻ നടക്കും. അതിലേക്ക് മാറി വരുന്ന പാലസ്തീനികൾക്ക് അവിടെ താമസിക്കാം. അങ്ങനെ പാലസ്തീന്റെ മറ്റേ പ്രദേശം ആളുകളിൽ നിന്ന് ഒഴിവാക്കിയെടുത്ത് ഹമാസിനെ ഒറ്റപ്പെടുത്തി കൊല്ലുക എന്നുള്ള ഒരു രീതിയിലേക്കായിരിക്കും ഒരുപക്ഷെ അത് നീങ്ങാൻ സാധ്യത എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനിടയിലൂടെ ഇസ്രായേൽ അവരുടെ പണി ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ഇന്നലെ മുഹമ്മദ് അൽ ഹാളി എന്ന് പറയുന്ന ഹമാസിന്റെ ഒരു സീനിയർ കമാൻഡറിനെ അവരെ ഗാസയിൽ കടന്ന് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിൽ കടന്ന് വധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൊന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന 5 പേരടങ്ങുന്ന കുടുംബത്തെ അങ്ങനെ തന്നെ കൊന്നിട്ടുണ്ട്. കൂടാതെ ചുറ്റുവട്ടത്തിൽ ചില മരണങ്ങളുണ്ട് എന്ന് ഗാസയിൽ നിന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ അഷ്റഫ് അൽ ഖത്തീബ് എന്ന് പറയുന്ന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഒരു കമാൻഡറെയും ഇന്നലെ അവർ കൊന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും കുടുംബം അടക്കമാണ് കൊന്നിട്ടുള്ളത്. അപ്പൊ ഇസ്രായേലിന്റെ ഡ്രോണുകൾ ഈ ഗാസയുടെ മുകളിൽ ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇസ്രായേലിന്റെ യാതൊരു തരത്തിലുള്ള പിന്മാറ്റത്തിനുള്ള ലക്ഷണവുമില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ പരിപൂർണമായ നോട്ടത്തിന് കീഴിലാണ് ഗാസയിലെ ഓരോ ചലനവും സംഭവിക്കുന്നത്. ഗാസയിൽ ആര് ചലിച്ചാലും തങ്ങൾ കാണുമെന്ന നിലയിലാണ് ഇസ്രായേൽ ഉള്ളത്. ഇസ്രായേൽ അവിടെയുള്ള പിടി അശേഷം അയച്ചിട്ടില്ല. ഇവിടെ പിന്നെ എക്സ്പേർട്സിന്റെ അല്ലെങ്കിൽ ടെക്നോക്രാറ്റ്സിന്റെ സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇസ്രായേൽ അതിന്റെ മുകളിലുള്ള പിടി അശേഷം അയച്ചിട്ടില്ല. ഹമാസ് ആയിക്കോട്ടെ, ഹമാസിന്റെ പിടി ഹമാസും അയച്ചിട്ടില്ല. അവിടെയുള്ള ഈ 20 ലക്ഷത്തോളം വരുന്ന പാലസ്തീനികളുടെ മുതുകത്ത് കയറി ഹമാസ് ഇരിക്കുന്നുണ്ട്. അതിലാരെങ്കിലും ഇപ്പുറത്തെ ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഇസ്രായേൽ നിയന്ത്രിത ഭാഗത്തേക്ക് തങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ പോലും അവർ വിടുകയില്ല. തങ്ങളുടെ നിയന്ത്രണത്തിൽ ഈ ജനത്തെ ചവിട്ടി ഒതുക്കി ഹമാസ് നിർത്തിയിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഇറാൻ ഇതിനകത്ത് വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇറാനിലെ ഭരണമാറ്റം സംഭവിച്ചാൽ ഈ കാര്യങ്ങൾക്കെല്ലാം വലിയ വ്യത്യാസം വരും. ഹമാസിന്റെ പരിപൂർണമായ തകർച്ചയ്ക്ക് ഇറാനിലെ ഭരണമാറ്റം വഴിവെക്കും. അപ്പൊ ഇറാനിലെ ഭരണകൂടം തകരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മിഡിൽ ഈസ്റ്റിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവും, വലിയ സമാധാനം വരും, വലിയ പുരോഗതി ഉണ്ടാവും. സമാധാനത്തിന്റെയും പുരോഗതിയുടെയും കാറ്റ് മിഡിൽ ഈസ്റ്റിലാകെ വീശുകയും ചെയ്യും.